ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കൊച്ചി ഷിപ്പ്യാർഡിലേക്കാണ്. സോ ഇപ്പം ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഏതൊക്കെ പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത് നോക്കുക. കൊച്ചിയിലാണ് പോസ്റ്റ് വരുന്നത് നോക്കിയിരിക്കാം. ഫസ്റ്റ് വിളിക്കുന്ന പോസ്റ്റ് ക്രെയിൻ ഓപ്പറേറ്റർ ഡീസൽ, രണ്ടാമത് വെച്ചാൽ സ്റ്റാഫ് കാർ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. ഇപ്പം ക്രെയിൻ ഓപ്പറേറ്റർ ഡീസൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SLC പാസ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ IT ഉണ്ടായിരിക്കണം. IT എന്ന് പറയുന്നത് ട്രേഡ് പറയുന്നുണ്ട്. ട്രേഡ് ഫിറ്റർ ഓർ മെക്കാനിക്കൽ ഡീസൽ ഓർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ. ഈ മൂന്നിൽ നിങ്ങൾക്ക് ITI പ്ലസ് നിങ്ങൾ SLC പാസ്സായവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഇൻ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് മൊബൈൽ കാറിങ്സ്. ഇത് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന എന്തൊക്കെയാണ് റിക്വയർമെൻ്റ് ആണെന്ന് ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് നോക്കുക. അതോടൊപ്പം തന്നെ രണ്ടാമത് വെച്ചിരിക്കുന്നത് സ്റ്റാഫ് കാർ ഡ്രൈവറാണ്. ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ പറയുന്നത് SLC ഉണ്ടായിരിക്കണം പ്ലസ് വാലിഡ് ഡ്രൈവ് ലൈറ്റ് വെഹിക്കിളിൻ്റെ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം പറയുന്നുണ്ട്. അപ്പോൾ അതുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഏതെങ്കിലും പബ്ലിക് ഓർ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്ത 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ April 16, 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്. ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ഓർത്തിരിക്കുക May 6, 2025 ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ഓർത്തിരിക്കുക. ഇതിൻ്റെ സാലറി അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേക്കൻസി നോക്കുകയാണെങ്കിൽ ക്രെയിൻ ഓപ്പറേറ്റർ ഡീസൽ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 4 വേക്കൻസി, OBCക്ക് 2 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 6 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി സ്റ്റാഫ് കാർ ഡ്രൈവർ ആണെങ്കിൽ 1 വേക്കൻസി ജനറൽ കാറ്റഗറിക്ക്, അങ്ങനെ ടോട്ടൽ 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ സാലറി നോക്കാം. സാലറി പറയുന്നത് ക്രെയിൻ ഓപ്പറേറ്റർ ആണ്. ക്രെയിൻ ഓപ്പറേറ്ററിൻ്റെ സാലറി 22,500 മുതൽ 73,750 വരെയാണ് പെർ മന്ത് കിട്ടുന്നതെന്ന് ഓർത്തിരിക്കുക. രണ്ടാമത് വിളിച്ചിരിക്കുന്നത് സ്റ്റാഫ് കാർ ഡ്രൈവറാണ്. അതിലേക്ക് 21,300 മുതൽ 69,840 വരെയാണ് സാലറി കിട്ടുന്നത്. ഇനി മറ്റ് അലവൻസ് എല്ലാം കൂടെ കൂട്ടി നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് ഓപ്പറേറ്ററിന് 40,000 പെർ മന്ത് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ 38,000 സ്റ്റാഫ് കാറിന് കിട്ടുന്ന പെർ മന്തിൽ ഫിക്സഡ് ആയിട്ട് എല്ലാ അലവൻസും കൂടെ കൂട്ടിയുള്ളതാണ് പറയുന്നത്. ഇനിയും ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് സ്റ്റാഫ് ക്രെയിൻ ഓപ്പറേറ്ററിൻ്റെയാണ്. ക്രെയിൻ ഓപ്പറേറ്ററിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 50 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 50 വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 6 May 2025 ബേസ് ചെയ്തെന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ 1975 May 6 ശേഷം ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ 50 വയസ്സ് വരെയാണെന്നുള്ളത്. പിന്നെ വിളിച്ചിരിക്കുന്നത് സ്റ്റാഫ് കാർ ഡ്രൈവറാണ്. സ്റ്റാഫ് കാർ ഡ്രൈവർ 45 വയസ്സിന് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അവിടെ 6 May 2025 ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1980 6 May അതിനുശേഷം ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സാം എന്ന് പറയുന്നത് 2 ഫേസാണ്. ഫേസ് 1, ഫേസ് 2. ഫേസ് 1 എന്ന് പറയുന്നത് OMR ബേസ്ഡ് എക്സാമാണ്. 30 മാർക്കിൻ്റെ 35 മിനിറ്റാണ് ടൈം വരുന്നത്. രണ്ടാമത് ഫേസ് 2 ട്രേഡ് അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ ട്രേഡ് എടുത്തത് ആ ട്രേഡിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. 70 മാർക്കിനാണെന്ന് ഓർത്തിരിക്കുക. ഫേസ് 1 ആണെങ്കിൽ ജനറൽ നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ട്രേഡ് ഡിസിപ്ലിൻ്റെ അതുപോലെ തന്നെ ടോട്ടൽ അതങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഫേസ് 2 നിങ്ങൾ എടുത്തേക്കുന്ന ട്രെയിനിനെ ബേസ് ചെയ്തതാണെന്ന് ഓർത്തിരിക്കുക. ഇനി ആപ്ലിക്കേഷൻ ഫീ നോക്കുക. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 400 രൂപയാണ് ജനറൽ കാറ്റഗറി OBC കാൻഡിഡേറ്റിനൊക്കെ വരുന്നത്. അതോടൊപ്പം തന്നെ SC/ST കാൻഡിഡേറ്റിനാണെങ്കിൽ പേയ്മെൻറ്റ് ഇല്ല. ഓർത്തിരിക്കുക SC/ST കാൻഡിഡേറ്റിന് മാത്രമാണ് ഇവിടെ ഫീ പേയ്മെൻറ്റ് ഇല്ലാത്തത്. ബാക്കിയുള്ള കാൻഡിഡേറ്റിനെല്ലാം ഫീ പേയ്മെൻറ്റ് 400 ഓർത്തിരിക്കുക. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ പേയ്മെൻറ്റിൻ്റെ ഫെസിലിറ്റീസ് ഓപ്പൺ ചെയ്ത് 16 April 2025 മുതൽ 6 May 2025 വരെയാണെന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് www.cochinshipyard.in എന്ന് പറയുന്ന വെബ്സൈറ്റ് എടുക്കുക. അത് കരിയർ പേജിൽ CSL കൊച്ചി എന്ന് പറയുന്ന പേജ് എടുത്ത് വേണം അപ്ലൈ ചെയ്യാൻ. ആദ്യം നിങ്ങൾ 1 time രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ അപ്പോൾ ഇത് നല്ലൊരു ജോലിയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. കൊച്ചി ഷിപ്പ്യാർഡിലാണ് ജോലി വിളിച്ചിരിക്കുന്നത്. SLC plus IT ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പം അപ്ലൈ ചെയ്യുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.